നിമിഷം ഇപ്പോൾ കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പരിശീലകനായ റോച്ച നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സാർ, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഉത്തരവ് താങ്കളുടെ ശ്രദ്ധയിലും പെട്ട് കാണുമല്ലോ. ബോട്ട് ക്ലബ്ബ് ഭാരവാഹികളുടെ ഉൾപ്പെടെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പ്രതിഷേധം ശക്തമാവുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം നെഹ്റു ട്രോഫി പോലെ ഇത്തരത്തിൽ നമ്മുടെ പ്രസ്റ്റീജിയസ് ആയ വള്ളംകളി മാറ്റിവെക്കുകയും ഒപ്പം ബേപ്പൂരിൽ ഇത്തരത്തിൽ വാട്ടർ ഫെസ്റ്റ് നടത്തുന്നതിന് 2.5 കോടി രൂപ മന്ത്രിയുടെ മണ്ഡലമായതുകൊണ്ട് മാത്രം അനുവദിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ടി വി പ്രസാദും ഒപ്പം വിനോദ് ഉൾപ്പെടെയുള്ളവർ പറയുകയായിരുന്നു. ഒരു ബോട്ട് ക്ലബ്ബ് പരിശീലനം നേടുന്നതിന് ഏതാണ്ട് മാസങ്ങൾ നീണ്ട ഒരു പരിശ്രമമുണ്ട് അതിന് പിന്നിൽ. വളരെയധികം തുക ചെലവാക്കുന്നുണ്ട്, 50 ലക്ഷം മുതൽ ചെലവാക്കുന്നുണ്ട്. അപ്പോൾ വലിയ നഷ്ടം സഹിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ തീരുമാനത്തിനൊപ്പം ഈ ബോട്ട് ക്ലബ്ബുകൾ നിൽക്കുന്നത്. എന്നാൽ ഈ ഇരട്ടത്താപ്പ് എങ്ങനെ കണ്ടില്ലെന്ന് നടിക്കുമെന്ന ചോദ്യവും കൂടിയാണ് ഉയരുന്നത്. താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം ഇത്തരത്തിൽ നിർണായകവുമാണ്. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പരിശീലകൻ എന്ന നിലയിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കുമരകം ബോട്ട് ക്ലബിന്റെ സഹപരിശീലകൻ ആണ് ഞാൻ. പരിശീലകൻ മറ്റൊരാളാണ്. പിന്നെ മറ്റൊരു കാര്യം ഉള്ളത്, സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായി തന്നെ വള്ളംകളി ഇല്ല എന്നുള്ള ഒരു പ്രതികരണമോ സ്ഥിരീകരണമോ നടത്തിയിട്ടില്ല. സ്വാഭാവികമായിട്ടും മുണ്ടക്കൈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വള്ളംകളി തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നു എന്നുള്ള ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് പുതിയൊരു ഡേറ്റ് തീരുമാനിക്കാത്ത സാഹചര്യം ഉണ്ടായപ്പോഴും വലിയ ദുരന്തങ്ങളാണ്, അല്ലെങ്കിൽ വലിയ നഷ്ടമാണ് സ്വാഭാവികമായിട്ടും എല്ലാ ബോട്ട് ക്ലബ്ബുകൾക്കും എല്ലാവർക്കും നേരിടേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും പരിശീലനം നടത്തുകയാണല്ലോ. കാരണം ഇത് നീട്ടിവെച്ചു, പക്ഷേ ഒരു തീയതിയൊന്നും പറഞ്ഞിരുന്നില്ല. ഏതാണ്ട് എന്ന് നടത്തുമെന്നതിലും വ്യക്തതയില്ല. ഈ കുമരകം ബോട്ട് ക്ലബ്ബ് ഉൾപ്പെടെ ഇപ്പോഴും പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണോ? പരിശീലനം ഒരു പരിധിവരെ അവസാനിപ്പിച്ച് ഒട്ടുമിക്ക ക്ലബ്ബുകളും തന്നെ കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഉൾപ്പെടെ ഒട്ടുമിക്ക ക്ലബ്ബുകളും പരിശീലനം ഒരു പരിധിവരെ അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് നിലവിലുള്ളത്. പക്ഷേ പരിശീലന കാലയളവിൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും സംസ്ഥാന സർക്കാർ ഒരു തീയതി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും ടീമുകളും എല്ലാവരും നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം നിലവിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് തന്നെയാണ് സർ പ്രശ്നം. ഈ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് മാറ്റിവെച്ചു എന്ന് പറഞ്ഞു, പുതിയ തീയതി വന്നിട്ടില്ല. പക്ഷേ ബേപ്പൂരിൽ ഇത്തരത്തിൽ വാട്ടർ ഫെസ്റ്റ് നടക്കുന്നതിന് തുക അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നു. അതായത് അവിടെ വാട്ടർ ഫെസ്റ്റ് നടത്തുന്നതിന് തീരുമാനമെടുത്തു, അല്ലെങ്കിൽ തുക അനുവദിക്കേണ്ട കാര്യമില്ലല്ലോ. വെള്ളം ഉള്ളിടത്തെല്ലാം വള്ളംകളി നടക്കട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ കുട്ടനാട്ടുകാർ വെള്ളവുമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് പോലെയുള്ള മത്സരങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ നടത്തിയപ്പോൾ പോലും കുട്ടനാട്ടിൽ നിന്നുള്ള ആളുകളാണ് അവിടെ പോയി വള്ളം തുഴഞ്ഞ് അവിടെ, അല്ലെങ്കിൽ ഒരു മത്സരത്തിന്റെ ഒരു വീഡിയോവും ഒക്കെ എടുത്തിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ടുള്ളതും കുട്ടനാട്ടിലുള്ള ആളുകളാണ്. അപ്പോൾ അവിടെ വള്ളംകളി നടക്കട്ടെ, അവിടെ വള്ളംകളി നടക്കട്ടെ. നെഹ്റു ട്രോഫിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാത്തത് എന്ന ചോദ്യമാണ് സർ. അതുമായി ബന്ധപ്പെട്ടിട്ട് വിവിധ സംഘടനകൾ മുഖാന്തരവും വിവിധ ക്ലബ്ബുകളുമായിട്ടും എല്ലാമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ മുമ്പിൽ അപേക്ഷകളായിട്ടും അഭ്യർത്ഥനകളായിട്ടും നിവേദനങ്ങളായിട്ടും ഒക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അതിനൊരു യഥാർത്ഥമായൊരു സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച മറ്റ് ബഹുമാനപ്പെട്ട വി കെ വിനോദ്, അദ്ദേഹം പറയുകയുണ്ടായി, 1 ലക്ഷം രൂപ വരെ വള്ളംകളിയിൽ നിന്ന് ഒരാൾക്ക് പ്രതിഫലം ലഭിക്കും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. ഞാൻ ഏകദേശം ഒരു 10 വർഷത്തിന് മുകളിലായി ഈ വള്ളംകളിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ്. ഇന്നേ നാഴിക വരെ 1 ലക്ഷം രൂപയിലധികം പ്രതിഫലം ലഭിക്കുന്ന ഒരു സംഭവം നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഇതിനെ വല്ലാണ്ടങ്ങ് ഇതാക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ടും വലിയൊരു ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് വള്ളംകളി മാറ്റിവെക്കേണ്ടി വന്നു. ആ വള്ളംകളി നടക്കണം. അഥവാ ആ വള്ളംകളി നടക്കാതെ പോയാൽ ഇതിനു വേണ്ടി ചെലവഴിച്ച തുക ആ ക്ലബ്ബുകൾക്കും അതുപോലെ വള്ളസമിതികൾക്കും ഒക്കെ അത് ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാവണം. അതിനോടൊപ്പം തന്നെ വള്ളംകളി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നടത്തണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹവും. പക്ഷെ അതിലുപരി ഇതിനെ വലിയൊരു ഭീമമായ തുകയും ഭീമമായ
മറ്റൊരു രീതിയിലോട്ട് ചിത്രീകരിക്കുകയും ഇതിനെ വല്ലാത്ത രീതിയിൽ രാഷ്ട്രീയവൽക്കരിച്ചും വല്ലാത്ത രീതിയിൽ കൊണ്ടുപോയി ഇതിനെ ഒരിക്കലും നടക്കാത്ത രീതിയിൽ തന്നെ നശിപ്പിക്കുന്ന ഒരു ശ്രമം അത് തന്നെയാണ് ഇതിൽ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുക തന്നെ വേണം. അക്കാര്യത്തിൽ ഒരു തീരുമാനം സർക്കാർ ഉടൻ തന്നെ എടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ സഹപരിശീലകനായ റോച്ചയാണ് നമ്മോട് പ്രതികരിച്ചത്.